ഈ രാഷ്ട്രീയ രംഗത്ത് സംവാദത്തിന് പലപ്പോഴും ഞാൻ പഠിച്ചത് ഇടതുപക്ഷവും അവരുമായി ബന്ധപ്പെട്ട ചില സംഘടനകളുമായി ബന്ധപ്പെട്ട. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ലക്ഷ്യമിടുക പ്രധാനമായിട്ടും ഞങ്ങളെ ശരിയാക്കാനാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴും എനിക്ക് മേൽക്കൈ കിട്ടണമെങ്കിൽ എൻ്റെ വളരെ കൊച്ചുനാൾ തന്നെ ഞാൻ അതിൻ്റെ കൃത്യം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സ്റ്റഡി ചെയ്തിട്ടേ ഞാൻ പോകാം. ഹിസ്റ്ററി ഒക്കെ എങ്ങനെ ഓർമ്മയിരിക്കും? 1957 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമല്ലോ, അതൊക്കെ എങ്ങനെ ഇത്ര ഓർമ്മയിരിക്കുന്നത്? സ്പോണ്ടേനിയസ് ഇപ്പോൾ സജീഷ് ഒരു കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കൗണ്ടർ വീഴുന്നതാണ്, അതെങ്ങനെ സാധ്യമാവുന്നത്? അല്ല, 30 കൊല്ലം കണക്കും പഠിപ്പിച്ചാണ് ഞാൻ കഴിഞ്ഞത്. മാത്സ് ആയിരുന്നു അല്ലേ? മാത്സ് ആയിരുന്നു. പഠിപ്പിച്ച സ്കൂൾ ഏതായിരുന്നു? വണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഹയർ സെക്കൻഡറിയിലാണോ പഠിപ്പിച്ചത്? അല്ല, ഞാൻ അതിൽ ഹൈസ്കൂൾ സെക്ഷനിലായിരുന്നു. ഹൈസ്കൂൾ സെക്ഷൻ മാത്സ് ടീച്ചറായിരുന്നു. മാത്സ് ടീച്ചറായിരുന്നു. ഓക്കെ, മാത്സ് ആണോ എപ്പോഴും ഇഷ്ടം? തീർച്ചയായിട്ടും. അതാണ് ഈ കണക്കിന്റെ കളി അല്ലേ? അല്ല, അത് മാത്രമല്ല, അത് പലപ്പോഴും എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുമ്പിൽ അവർ പരാജയം സമ്മതിക്കേണ്ടി വരുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി അവിടെ എത്ര എന്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് ജയതല മാഷ്. പെട്ടെന്ന് നമ്മളൊന്ന് ഞെട്ടും, ശരിക്കും ഇങ്ങനെ കണക്കുള്ളാണോ? ഇല്ലാത്ത കണക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറയാറില്ല. ഞാൻ അതിനെക്കുറിച്ച് 10 ൽ 2 പറഞ്ഞു. 10 ൽ 2 ഫ്രീയാ. 10 ൽ 2 ഫ്രീയാണ്. 10 ൽ 2 കണക്ക് ഫ്രീ. അതിന്റെ കൂടെ തള്ളിപ്പോവും അല്ലേ? അതല്ലേ പറയാൻ പറ്റൂ.